$149 100K അക്കൗണ്ട് ഇപ്പൊ നമുക്ക് ലൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് 5% ഏറിയയില്. ഇപ്പൊ അവര് സമ്മർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 100K അക്കൗണ്ട് 10% ഡ്രോഡൌണില് $149 പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 2 സ്റ്റെപ്പ് ഇവാലുവേഷൻസ് ഉണ്ട്, 1 സ്റ്റെപ്പ് ഇവാലുവേഷൻസ് ഉണ്ട്. പ്രൈസ് രണ്ട് അക്കൗണ്ടിലും ഫസ്റ്റ് ഫേസിലും 2 ഫേസിലും പകുതിയിലും പകുതി കുറവാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നോർമലി ഒരു 100K അക്കൗണ്ട് വരുന്നുണ്ടാകാം $489 $500 റൗണ്ട് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് 2 സ്റ്റെപ്പിൽ 100K അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ $150 നമുക്ക് ആ ഒരു അക്കൗണ്ട് കിട്ടുന്നുണ്ടാവും. സിമിലർ റൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൺസിസ്റ്റൻസി ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 50% ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രൈസിംഗ് ആണ് ഇവിടെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് റൂൾസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും ചെക്ക്ഔട്ട് ചെയ്ത് ഡിസ്കൗണ്ട് കൂപ്പണിൽ പർച്ചേസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഞാൻ അതിന്റെ റൂൾസും കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ടാവും. ഇവിടെ താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 3 പ്ലാനെ കാണാൻ വേണ്ടി പറ്റുക. സമ്മർ പ്ലാൻ, CFD, ഫ്യൂച്ചേഴ്സ്. ഇവിടെ സമ്മർ പ്ലാനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 100Kയില് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. ഇപ്പൊ ഫസ്റ്റ് ഫേസ് ഞാൻ കൂടുതൽ ഡിസ്കഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിവിടെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുന്ന പ്ലാൻ ആണ് ഡിസ്കഷൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ $249 ആണ് വരുന്നത്. ബട്ട് ഇവിടെ ഡ്രോ ഡൗൺ നോക്കലാണെങ്കിൽ 6%, 3%. പക്ഷെ ഫസ്റ്റ് ഫേസിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. നോർമലി CFDയിൽ വരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സിമിലർ റൂൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബട്ട് എന്റെ ഒരു കമ്പാരിസൺ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയുള്ളത് 2 സ്റ്റെപ്പിലേക്ക് പോവാം. പ്രൈസിംഗിലും ബെറ്റർ ആണ്, ഡ്രോ ഡൗണിലും ബെറ്റർ ആണ്. ഇവിടെ ഞാൻ ഡ്രോ ഡൗണിൽ ബെറ്റർ ആണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് 10% ആണ് ഇവിടെ നമുക്ക് മാക്സിമം ലോസ് കിട്ടുക. അതായത് നമുക്ക് ഇവിടെ ലിവറേജ് നോക്കാം. $150 കൊടുത്തിട്ട് നമുക്ക് $10,000 ഡ്രോ ഡൗൺ ആണ് ഇവിടെ കിട്ടുന്നത്. ബെസ്റ്റ് അക്കൗണ്ട് പാസ് ചെയ്തെടുക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിഡ്രോവൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് ഡിസ്കഷൻസും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 2 ടൈപ്പ് അക്കൗണ്ട് ആണ് വരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 100K 8/5, 100K 10/5. ഇത് പ്രോഫിറ്റ് ടാർഗറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം 10/5 $179 ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. നമ്മളിവിടെ നോക്കുന്ന അക്കൗണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക 100Kയില് 10/5 എന്നുള്ളത്. എന്താണ് 10/5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ടാർഗറ്റ് ആയിട്ട് 10% ഉണ്ടാക്കണം, സെക്കൻഡ് ഫേസിൽ 5% ഉണ്ടാക്കണം. ഇവരെ 8/5 കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് 8%, സെക്കൻഡ് ഫേസിൽ 5%. അതാണ് ഈ 8ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവിടെ പ്രൈസിംഗ് നോക്കാം. 179 ആണ്. ഇവിടെ 10/5 പോകുന്ന സമയത്ത് 149 ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൈസിംഗ് ഡ്രോ ഡൗൺ ബേസ് ചെയ്തിട്ട് ചെറിയൊരു വ്യത്യാസത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിലും 2 സ്റ്റെപ്പിലും നോക്കുന്ന സമയത്ത് ഈ ഒരു 10/5 100K അക്കൗണ്ട് ആണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് തിങ് ട്രേഡിംഗ് പീരീഡ് ആണ്. ടൈം ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ലോ ആയിട്ട് ട്രേഡ് ചെയ്താൽ മതി. സ്വിംഗ് ട്രേഡ്, സ്കാൽപ്പിംഗ്, നിങ്ങളുടെ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മിനിമം ട്രേഡിംഗ് ഡേയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. മിനിമം ട്രേഡ്സ് ഉണ്ട്. 1 ട്രേഡ് എടുക്കണം നമുക്ക്. അക്കൗണ്ട് ഒരു ട്രേഡ് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ലോസ് ക്രിയേറ്റ് ആവുള്ളൂ. ഒരു ട്രേഡ് എടുത്താൽ മതി. വേറെ റൂൾസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് ക്ലിയർ ചെയ്യാം. സെക്കൻഡ് ഫേസിലേക്ക് ഒരു ട്രേഡ് എടുത്തിട്ട് അതും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫണ്ടിൽ നമുക്ക് അവിടെ ട്രേഡ്സിന്റെ എണ്ണോ കാര്യങ്ങളൊന്നും ഇല്ല. മിനിമം വിഡ്രോവൽ ക്യാപ്പ് വരുന്നുണ്ട്. $250 ആണ് മിനിമം. ഒരു $250 ക്രിയേറ്റ് ചെയ്യലാണെങ്കിൽ 100K അക്കൗണ്ടിലാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മാക്സിമം ലോസ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് പ്രൈസിങ്ങിനെ പോലെ തന്നെ ഡ്രോ ഡൗണും ഇവിടെ ഹൈലൈറ്റ് ആണ്. 10% ഓഫ് റോൾ ഡ്രോ ഡൗൺ ഉണ്ട്. നീറ്റ് സാധനം. ഇനി മാക്സിമം ഡെയിലി ലോസ് 3% ആണ്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് 100. ടാർഗറ്റ് ഫസ്റ്റ് ഫേസിൽ 10% $10,000 ഉണ്ടാക്കണം. സെക്കൻഡ് ഫേസിൽ $5,000 ഉണ്ടാക്കണം. തേർഡ് ഫേസിൽ നമുക്ക് ഇവിടെ സ്കെയിലിംഗ് ഓപ്ഷൻ ഉണ്ട്. 10% നമ്മുടെ പ്രോഫിറ്റ് ക്രിയേറ്റിലാണെങ്കിൽ ആ ഒരു ബേസിൽ നമുക്ക് സ്കെയിലപ്പും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഏറ്റവും നല്ലത് നിങ്ങൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതനുസരിച്ച് വിഡ്രോസും കാര്യങ്ങളും ചെയ്യുന്നതാണ് ഈ ഒരു സ്കെയിലിങ്ങിനെക്കാട്ടിയും ബെറ്റർ. ഓക്കെ, നമ്മുടെ ആ ഒരു വിഡ്രോസ് എടുത്ത് അക്കൗണ്ട് മുന്നോട്ട് പോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കെയിലിംഗ് പ്ലാനും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ ഏറ്റവും ബെറ്റർ നിങ്ങൾ പേ ഔട്ട് ലോക്ക് ചെയ്യുക, നെക്സ്റ്റ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് തിങ് നമുക്ക് ഇവിടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫണ്ടർ സ്റ്റേജിലാണുള്ളത്. ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ ഉള്ള ഇങ്ങനെ ഒരു 100ലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ബേസിട്ട് 50% കൺസിസ്റ്റൻസി നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1000 ആണ്. എക്സാമ്പിൾ എടുത്തതാണ്. അതിന്റെ 50% എത്ര? $500 ആണ്. ഒരു ദിവസം ഞാൻ $500 കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി മീറ്റപ്പ് ആവുന്നുണ്ടാവും. ഇത്രേ റൂൾ ഉള്ളൂ. സിമ്പിൾ.
ഒരു 50% കൊടുത്തിട്ടുള്ളത് നീറ്റ് ആണ്. ഓക്കെ, അത് വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാക്കുന്ന കാര്യമല്ല. പേ ഔട്ട് ക്യാപ്പ് കൊടുത്തിട്ടുള്ളത് 2000 ആണ്. പെർ വിഡ്രോൾ നമുക്ക് 2000 ആയിരിക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. പ്രോഫിറ്റ് ഷെയർ 80-20 ആണ്, ക്ലീൻ ആണ്. ലിവറേജ് നമുക്ക് 1:100 ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് 100ലും 1:100 ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഡീസെന്റ് ആയിട്ട് പോർഷൻ സൈസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ബോണസ് ഉണ്ട്. സെക്കൻഡ് ഫേസിൽ 10%, 100ല് 20% ഉണ്ട്. റീഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുള്ള ഫണ്ട് തേർഡ് പേ ഔട്ട് എടുക്കലാണെങ്കിൽ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതും വളരെ ക്ലീൻ ആണ്. ഓക്കെ, മൊത്തത്തില് ഈ ഒരു പ്രൈസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പാസ് ചെയ്ത് പേ ഔട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് സെക്യൂർ ആയി നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിലൊരു വിഡ്രോവല് ഈ ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്പർ ഓഫ് അക്കൗണ്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക 2 അക്കൗണ്ട് ആയിരിക്കും പറ്റുന്നുണ്ടാകുക. പ്രൈസിന്റെ കാര്യം നോക്കലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 8/5 ആണ്. 10/5ലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ $149 ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ടാകുക. നിങ്ങൾ ഏത് അക്കൗണ്ട് ബൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമ്മർ പ്ലാനിലേക്ക് വരിക, 2 സ്റ്റെപ്പ് എടുക്കുക, ഈ ഒരു 10/5 എടുക്കുക, ഈ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഫസ്റ്റ് പേജും ക്ലീൻ ആണ്. പക്ഷേ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 50% കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫണ്ടിലും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഫസ്റ്റ് പേജ് നോർമലി നിങ്ങൾ ആ ഒരു CFDയിൽ ഇതിനു മുമ്പേ ഈ ഒരു ഫൈബറിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള റൂൾ തന്നെ ആയിരിക്കും ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. പ്രോഫിറ്റ് ഷെയർ കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. 75% ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. വിഡ്രോൾ ക്യാപ്പും അതേപോലെ തന്നെ ലിവറേജ് എല്ലാം ഹൈ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ ബോണസും കാര്യങ്ങളും ഉണ്ട്. റീഫണ്ട് നമുക്ക് തേർഡ് പേ ഔട്ടിൽ കിട്ടുന്നുമുണ്ട്. പ്രൈസ് വരുന്നത് $249 ആണ്. 2 അക്കൗണ്ട് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മാക്സിമം ലോസ് വരുന്നത് 6% ആണ്. മാക്സിമം ഡെയിലി ലോസ് വരുന്നത് 3% ആണ്. വിഡ്രോയിൽ മിനിമം 250 ആണ് വരുന്നുണ്ടാവുക. മാക്സിമം നമുക്ക് 2000 ആണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക സിംഗിൾ പേ ഔട്ടിൽ. ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പേസും ഓക്കെ ആണ്. നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് $250. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പൈസയിൽ കുറവാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പിലേക്ക് പോയിട്ട് ഈ ഒരു $149 ആണ് പർച്ചേസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. സ്ലോ ആയിട്ട് അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടി നോക്കുക, പേ ഔട്ട് അച്ചീവ് ചെയ്യാൻ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് പർച്ചേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് വിത്ത് കൂപ്പൺ കോഡ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ എല്ലാവരും പോയിട്ട് ഈ ഒരു പ്ലാൻ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ലൂട്ട് ചെയ്ത് പാസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ എന്തായാലും ബൈ.